ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന +2 തേർഡ് ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട സമ്മറി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിലൂടെയും നമ്മൾ വളരെ ക്വിക്കായിട്ട് കടന്നു പോവാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. തുടങ്ങല്ലടാ? യെസ്, നോക്കാം നമുക്ക്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഈ ബ്രാഞ്ചിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഈ ബ്രാഞ്ചിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച്. എങ്ങനെയാ മക്കളെ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച്. രണ്ടാമത്തത് ആ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച്. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ചും ആ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാ കെമിക്കൽ കൈനറ്റിക്സ്. എങ്കിൽ നമ്മൾ അവിടെ ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് റേറ്റ് എന്ന്. മക്കളെ, സിമ്പിളാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് പ്രോഡക്റ്റായി മാറുന്ന പ്രോസസ്സാ. റിയാക്ഷൻ തുടങ്ങുമ്പോൾ റിയാക്റ്റന്റ് ഉണ്ടാവുക. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ റിയാക്റ്റന്റിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും, പ്രോഡക്റ്റിന്റെ അളവ് ഇങ്ങനെ കൂടി കൂടി വരും. അതാണല്ലോ സംഭവിക്കുക. എങ്കിൽ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു യൂണിറ്റ് ടൈമില് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് റേറ്റ് എന്ന് പറയാ. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുക, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക. കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ചേഞ്ച് അല്ലേ മക്കളെ? അത് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എത്ര ചേഞ്ച് ചെയ്യുന്നു, ഇതിനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? ആ പോയിന്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. ഇനി മക്കളെ, രണ്ടാമത്തെ പോയിന്റ്, രണ്ട് ടൈപ്പ് റേറ്റുകൾ ഉണ്ട്. ഒന്ന് ആവറേജ് റേറ്റ് ആണ്, രണ്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. മക്കളെ, ഒരു ടൈം ഇന്റർവെല്ലില് നമ്മൾ പറയുന്ന റേറ്റ് ആണ് ആവറേജ് റേറ്റ്. ഒരു ടൈം ഇന്റർവെല്ലില് നമ്മൾ പറയുന്ന റേറ്റിനെയാണ് ആവറേജ് റേറ്റ് എന്ന് പറയാ. എന്നാൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് ആണ്, ഒരു പെർട്ടിക്കുലർ മൊമെന്റിലുള്ള റേറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. രണ്ട് തരം റേറ്റുകളുണ്ട്. ഒന്ന് ആവറേജ് റേറ്റ്, രണ്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇന്റർവെല്ലിലുള്ള റേറ്റാ. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് ആണ്. റെഡി ആണല്ലോ പറഞ്ഞത്? യെസ്. ഇനി മക്കളെ, നിങ്ങൾ നോക്കൂ, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇതിൽ എ എന്ന് പറയുന്ന ആളുടെ റേറ്റ് എങ്ങനെ ആവറേജ് റേറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ആദ്യം തന്നെ -1/a. ഏതാ ഈ എ? ഈ കോയിഫിഷ്യന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഡെൽറ്റ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതേപോലെ ബി പറയാം. എങ്ങനെയാ? -1/b, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സാറേ, എന്താ ഇവിടെ മൈനസ് ഇടാൻ കാര്യം? റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയാണ്, അതുകൊണ്ടാണ് മൈനസ് ഇട്ടത്. ഇനി ഇതേപോലെ തന്നെ സിന്റെയും ഡിന്റെയും റേറ്റ് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ അവിടെ മൈനസ് വേണ്ട, അവിടെ പ്ലസ് ആ. കാര്യം എന്താ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാ ചെയ്യുക. അപ്പൊ നോക്ക്, മൈനസ് ഇല്ല. 1/c ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/d ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട, ഇവിടെ മക്കൾ ഓർത്തിരിക്കേണ്ട ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? ഇതേപോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ചേഞ്ചിനെ സൂചിപ്പിക്കാൻ ഈ ഡെൽറ്റയ്ക്ക് പകരം സ്മോൾ ലെറ്റർ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നവും ഇല്ല. അപ്പൊ മക്കളെ,
ഒരു യൂണിറ്റ് ടൈമിൽ റിയാക്റ്റന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ചേഞ്ചിനെ റേറ്റ് എന്ന് പറയാം. അതൊരു ടൈം ഇന്റർവെല്ലിലുള്ള റേറ്റ് ആണെങ്കിൽ ആവറേജ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്. ആവറേജ് പറയുമ്പോൾ ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടാണ് ചേഞ്ചിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല, സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി മക്കളെ നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്താന്ന് മനസ്സിലായി. റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കണം. നോക്കൂ നിങ്ങൾ, റേറ്റിനെ എഫക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നേച്ചർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഉണ്ട്, ടെമ്പറേച്ചറും പ്രഷറും കാറ്റലിസ്റ്റും റേഡിയേഷനും ഒക്കെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ 3 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അതിലൊന്ന് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്, 2 ടെമ്പറേച്ചർ ആണ്, 3 എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. ഇത് 3ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന കോൺസെൻട്രേഷൻ ടേമുകൾ. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. എന്താ മക്കളെ ഒന്നാമത്തത്? അത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നോക്കൂ, നമ്മൾ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന്റെ മോളാർ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു, പറ മക്കളെ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി. റെഡി ആണല്ലോ പറഞ്ഞത്? അതിൽ സംശയമില്ലല്ലോ? ഇല്ല. എങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ ആണല്ലോ? അതായത് ഇവിടെയുള്ള പ്രൊപ്പോർഷനാലിറ്റി സൈൻ ഇവിടെ എത്തിയപ്പോൾ ഈക്വൽ ടു ആയി. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് വേണം. ആ കോൺസ്റ്റന്റ് ആണ് കെ. ഓക്കെ ആണല്ലോ? അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. അതായത് ഇവിടെ നമ്മുടെ റിയാക്റ്റന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും അല്ലേ? അതിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റുകൾ ഉണ്ട്. ആ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റുകൾ പവറായിട്ട് എഴുതണം എന്ന കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റുകൾ അങ്ങനെ തന്നെ പവറായിട്ട് വരണമെന്നില്ല. എക്ക് പകരം ഞാൻ ഇവിടെ എക്സ് എന്നാണ് എഴുതുന്നത്, ബിക്ക് പകരം ഞാൻ ഇവിടെ വൈ എന്നാണ് എഴുതുന്നത്. അല്ല സാറേ, അവിടെ എക്സും വൈയും അല്ലല്ലോ, അവിടെ എയും ബിയും അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ആ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസ് അങ്ങനെ തന്നെ പവറായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം എക്സ് എക്ക് ഈക്വൽ ആവാം, ചിലപ്പം വൈ ബിക്ക് ഈക്വൽ ആവാം. പക്ഷെ ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അതിന് കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താ ഈ ഇക്വേഷൻ? ഇവിടെ ഈ ഇക്വേഷനിൽ കെ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാ കെ എന്നറിയോടാ? കെനെ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് എന്നാ പറയാ. എന്താ പറയാ? റേറ്റ് കോൺസ്റ്റന്റ്. അല്ല സാറേ, എന്താണ് ഈ ഇക്വേഷന്റെ പ്രത്യേകത? ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെയും റേറ്റ് കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ ബോക്സിലുള്ള ഇക്വേഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് ഇക്വേഷൻ എന്നാണ്, അല്ലെങ്കിൽ റേറ്റ് ലോ ഇക്വേഷൻ എന്നാണ്. റേറ്റ് ലോ ഇക്വേഷൻ, അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്നാണ്, അല്ലെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന. എക്സാമിന് ഒരു മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് റേറ്റ് ലോ ഇക്വേഷൻ? റേറ്റ് ലോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെയും റേറ്റ് കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി മക്കളെ, ഒരു കാര്യം എനിക്ക് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയോ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് ഇത്. ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള റിയാക്റ്റന്റ് മോളിക്യൂൾസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി അല്ലേ? റിയാക്റ്റന്റ് മോളിക്യൂൾ ആണ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. അവരുടെ ടോട്ടൽ നമ്പർ കിട്ടാൻ എ പ്ലസ് ബി ചെയ്താൽ പോരെ? മതി. അതിനെയാണ്
മോളിക്കുലാരിറ്റി എന്ന് പറയുക. എന്താ മക്കളെ പറയാ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള റിയാക്ടിങ് സ്പീഷീസിന്റെ സം എടുത്താൽ അത് മോളിക്കുലാരിറ്റി. എന്നാൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന് പകരം റേറ്റ് ലോ ഇക്വേഷനിലുള്ള റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ പവറുകളുടെ സം എടുത്താൽ, അതായത് എക്സ് പ്ലസ് വൈ ചെയ്താൽ, എന്ത് ചെയ്താൽ? എക്സ് പ്ലസ് വൈ ചെയ്താൽ അതിനെയാണ് ഓർഡർ എന്ന് പറയുക. മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അവിടെ പറഞ്ഞേ. എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി എന്ന് വളരെ കൃത്യമായി അറിയണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള റിയാക്ടിങ് സ്പീഷീസിന്റെ സമ്മ് മോളിക്കുലാരിറ്റി. ബാലൻസ്ഡിന് പകരം റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ പവറിന്റെ സം എടുത്താൽ അതിനെ ഓർഡർ എന്നാ വിളിക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് പഠിക്കാൻ നോട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള പവേഴ്സിന്റെ സമ്മാണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആണ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആ മോളിക്കുലാരിറ്റി. അത് മാത്രമല്ല മക്കളെ, ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് ഇവിടെയുള്ള സ്മോൾ ലെറ്റർ എയും ബിയും അങ്ങനെ തന്നെ ഇവിടെ എഴുതാത്തത്. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുക അതാണ് ഇവിടെ വരിക. അല്ലാതെ ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെ നോക്കി എഴുതുന്ന തിയററ്റിക്കൽ കോൺസെപ്റ്റ് അല്ല എന്ത് ഓർഡർ. പക്ഷെ മോളിക്കുലാരിറ്റി എന്താ? തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഓർഡറിന്റെ വാല്യൂസ് മക്കളെ സീറോയോ ഫ്രാക്ഷണലോ ഒക്കെ ആവാം. പക്ഷെ മോളിക്കുലാരിറ്റി ഒരിക്കലും സീറോയോ ഫ്രാക്ഷണലോ ഒന്നുമാവില്ല. അത് പോസിറ്റീവ് വോൾ നമ്പേഴ്സ് ആയിരിക്കും. അതെന്തായിരിക്കും മക്കളെ? അത് പോസിറ്റീവ് ആയിട്ടുള്ള വോൾ നമ്പേഴ്സ് ആയിരിക്കും. മറക്കരുത് കേട്ടോ, പോസിറ്റീവ് വോൾ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഓർഡർ എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷനിലും കോംപ്ലക്സ് റിയാക്ഷനിലും അപ്ലൈ ചെയ്യാം. സാറേ, എന്താ എലമെന്ററി റിയാക്ഷൻ? ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആ എലമെന്ററി റിയാക്ഷൻ. മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആ കോംപ്ലക്സ് റിയാക്ഷൻ. രണ്ട് തരം റിയാക്ഷനിലും ഓർഡർ അപ്ലൈ ചെയ്യാം. പക്ഷെ മോളിക്കുലാരിറ്റി എലമെന്ററിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എലമെന്ററിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, കോംപ്ലക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇത് നിങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഓർഡർ, എന്താ മോളിക്കുലാരിറ്റി, അത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യൻ നോക്കടാ. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. അതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഓവറോൾ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ മോളിക്കുലാരിറ്റി ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഓർഡർ ചോദിച്ചാൽ റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ പവറിന്റെ സമ്മ് 3/2 + 1/2 എന്ന് പറഞ്ഞാൽ 4/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. മോളിക്കുലാരിറ്റി ചോദിച്ചാൽ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള റിയാക്ടിങ് സ്പീഷീസിന്റെ സമ്മ് ഒരു എ പ്ലസ് ഒരു ബി. 1 + 1 = 2. പോയിന്റ് കിട്ടിയോടാ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മളത് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അറിയാലോ, നമ്മൾ നേരത്തെ ടേബിൾ പഠിച്ചു നമ്മൾ. ഇനി റേറ്റ് കോൺസ്റ്റന്റ് കെന്റെ യൂണിറ്റ് എങ്ങനെയാ പറയാന്നറിയോ? അതിനൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ഏതാ ജനറൽ ഫോർമാറ്റ്? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ്. മക്കളെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ്. എടാ, ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷൻ. എന്താണത്? ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. ഏത് ഓർഡർ വേണമെങ്കിലും എടുക്കാം മക്കളെ, ഏത് ഓർഡർ വേണമെങ്കിലും. ഫോർ എക്സാമ്പിൾ 0 ഓർഡർ ആണ് എന്ന് വിചാരിക്കുക. 0 ഓർഡർ ആണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 0. സോ മോൾ റേസ് ടു 1 - 0, that means mol raised to 1. Liter raised to 0 - 1, that means liter raised to -1 second inverse. ഇനി മക്കളെ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ? ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ മോൾ റേസ് ടു 1 - 1, മോൾ റേസ് ടു
ടു 0 ആയി, ലിറ്റർ റേസ് ടു 0 മൈനസ് 1 മൈനസ് 1 ലിറ്റർ റേസ് ടു 0 ആയി. അപ്പോൾ അവിടെ സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമാണ് വരിക. ഇനി അതൊരു സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ മക്കളെ, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മോൾ റേസ് ടു 1 മൈനസ് 2 ദാറ്റ് മീൻസ് മൈനസ് 1, ലിറ്റർ റേസ് ടു 2 മൈനസ് 1 ദാറ്റ് ഇസ് ലിറ്റർ, സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. കാര്യം എന്താ, ഈ ജനറൽ ഫോർമാറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് ഓർഡർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. നോക്കൂ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഒരു റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്, ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ലിറ്റർ ഉണ്ട്, മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ സംശയിക്കേണ്ട, അത് സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് നോക്ക്, സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ അത് ഏതാടാ? അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഏതാണോ ആ ഓർഡർ? അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാ. ക്ലിയർ? യെസ്. അടുത്തതിലേക്ക് പോവാം. നോക്കൂ നിങ്ങൾ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. എന്താ പറഞ്ഞേ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ മക്കളെ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ കാണാതെ പഠിക്കണം. അതേപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കാണാതെ പഠിക്കണം. ഇതിന്റെ ഡെറിവേഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല, സമ്മറി ആയതുകൊണ്ട്. പക്ഷെ ആ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാറില്ല, പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞിരുന്നു. എക്സാമിന് ആ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാറുള്ളത്. മക്കൾ പറഞ്ഞേടാ, എന്താ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ കാണാനുള്ള ഇക്വേഷൻ? സിമ്പിൾ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് K is equal to R0 minus R by T. R0 minus R by T. ഇനി മക്കളെ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ, റേറ്റ് കോൺസ്റ്റന്റ് K is equal to 2.303 by T log മക്കളെ log R0 by R. R0 by എന്താണ്? R. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ. ഡീറ്റെയിൽഡ് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കാറില്ല. പിന്നെ എന്താ, ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാറ്. സാറേ, ഇവിടെ K എന്ന് പറയുന്ന സാധനം എന്താ? K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ് മക്കളെ. K എന്ന് പറയുന്നത് എന്താ? റേറ്റ് കോൺസ്റ്റന്റ്. T എന്ന് പറയുന്നത് എന്താ? ടൈം. സാറേ, R0 എന്താ? R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എന്താടാ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്ഷൻ തുടങ്ങുമ്പോഴുള്ള റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് R0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എന്താ ഇത്? റിയാക്റ്റന്റാ. അപ്പൊ സാറേ, R എന്താ? R എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനാ. ആരെ കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് തന്നെ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് തന്നെ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അറ്റ് ടൈം T. അറ്റ് ടൈം T. അതായത് ഏത് സമയത്താണോ നമ്മൾ നോക്കുന്നത് ആ സമയത്തുള്ള റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് R. റിയാക്ഷൻ തുടങ്ങുമ്പോഴുള്ള റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് R0. ടൈമിനെയാണ് T എന്ന് പറയാ, റേറ്റ് കോൺസ്റ്റന്റിനെ K എന്ന് പറയാ. അപ്പൊ സീറോ ഓർഡറിൻ്റെത് എന്താ, ഫസ്റ്റ് ഓർഡറിൻ്റെത് എന്താ? ഇത് രണ്ടും ബൈ ഹാർട്ട് ചെയ്യുക. ഇത് വെച്ചുള്ള പ്രോബ്ലം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോടാ? ഇതേപോലെ അറിയേണ്ട ഒരു കാര്യമാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സിമ്പിളാ. ഒരു റിയാക്ഷൻ പകുതി കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയത്തെയാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുക. ഒരു റിയാക്ഷൻ പകുതി കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയത്തെയാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുക. മക്കളെ, ഹാഫ് ലൈഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെത് നിങ്ങൾ പഠിക്കണം. അതേപോലെ സീറോ ഓർഡർ റിയാക്ഷൻ്റെതും പഠിക്കണം. നോക്കൂ, സീറോ ഓർഡർ റിയാക്ഷന്റെയും അതേപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും T ഹാഫ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. എന്താണെന്നറിയോ? സീറോ ഓർഡറിൻ്റെത് R0 by 2K. എന്നാൽ ഫസ്റ്റ് ഓർഡറിൻ്റെത് 0.693 ഡിവൈഡഡ് ബൈ K. ഇത് കാണാതെ പഠിക്കൽ നിർബന്ധമാണ് മക്കളെ. ഒരു റിയാക്ഷൻ പകുതി കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയത്തെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയാ. സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ R0 by 2K. ഫസ്റ്റ് ഓർഡറിൻ്റെത് 0.693 ഡിവൈഡഡ് ബൈ K. ഇതില് സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. T half is equal to R0 by 2K.
ഇവിടെ T12 is equal to 0.693 divided by K. അതായത് R0 T12നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഫസ്റ്റ് ഓർഡറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഹാഫ് ലൈഫ് ആരുടേതാ? ഫസ്റ്റ് ഓർഡറിൻ്റെതാണ്. ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഡെറിവേഷൻ വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡറിന്റെ ഡെറിവേഷൻ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ എഴുതുക. ടി മുകളിലേക്ക് കൊണ്ടുവരിക, കെ താഴേക്ക് ഇറക്കുക ചെയ്തു. ഈ ടി എന്നുള്ളത് മാറ്റി T12 എന്നാക്കുന്ന സമയത്ത് 2.303 K log R0 ഇതൊന്നും മാറുന്നില്ല, അതൊക്കെ അതേപോലെ തന്നെയാണ്. എന്നാൽ T12 ആകുമ്പോൾ മാറുന്നത് എന്താ? R എന്നുള്ളത് R0/2 ആയി മാറും. അപ്പൊ മുകളിൽ എന്താ ഉള്ളത്? R0. മുകളിൽ R0 എന്ന് പറഞ്ഞാൽ R0/1. താഴെ എന്താ ഉള്ളത്? R0/2. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R0 ക്യാൻസൽ ചെയ്യും, അപ്പോൾ 2 മാത്രം ബാക്കിയാവുക. അപ്പൊ അതാണ് ഇത്. ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയത്. അപ്പൊ log 2 ഇവിടെ അല്ലേ സാറേ 2 ഉള്ളത്, പിന്നെ log 2 എങ്ങനെ മുകളിലെത്തുക? എടാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/1 2 എന്നല്ലേ വരിക? യെസ്. അപ്പൊ ഇവിടെ log 2 ബാക്കിയാവും. log 2ന്റെ വാല്യൂ 0.3010. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 0.693 കിട്ടും. അങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ കെ ആണ് നമ്മൾ പറയുന്നത്. 0.693 ഡിവൈഡഡ് ബൈ കെ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോടാ? നിർബന്ധമായി പഠിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇത് വെച്ച് പ്രോബ്ലം വരാറുണ്ട്. നോക്കൂ, നിങ്ങളൊരു പ്രോബ്ലം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഫൗണ്ട് ടു ഹാവ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. T12 കാണാനല്ലേ? T12 is equal to 0.693 ഡിവൈഡഡ് ബൈ കെ. കെന്റെ വാല്യൂ എന്താ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്? 5.5 into 10⁻⁻14 ചെയ്താൽ ആൻസർ കിട്ടൂലേ? കിട്ടും. അതിന് എന്ത് വേണം? ആ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി മക്കളെ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. എന്താ അറിയോ? നമ്മൾ ഹയർ ഓർഡർ ആണ് എക്സ്പെക്ട് ചെയ്യുക, പക്ഷെ ആക്ച്വലി 1 ആയിരിക്കും. ആക്ച്വലി ഓർഡർ 1 ആയിരിക്കും. നമ്മൾ ഹയർ ഓർഡർ എക്സ്പെക്ട് ചെയ്യും, ആക്ച്വലി ഓർഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൻ്റെ എക്സാമ്പിൾ ആണ് എസ്റ്ററിൻ്റെയും സൂക്രോസിൻ്റെയും ഒക്കെ ഹൈഡ്രോളിസിസ്. ഇവിടെ നോക്കൂ, സൂക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടി. ഇതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സൂക്രോസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ 1 + 1 = 2 എന്നാണ് ഓർഡർ വരിക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതാണ് ശരി. റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സൂക്രോസ് എന്ന് മാത്രം മതി. അല്ല സാറേ, അപ്പൊ വാട്ടർ എന്താ എഴുതാത്തെ? എടാ, ഹൈഡ്രോളിസിസിൽ വാട്ടർ എക്സസ് എമൗണ്ടാ. എന്താ ഞാൻ പറഞ്ഞേ? ഹൈഡ്രോളിസിസിൽ വാട്ടർ എക്സസ് എമൗണ്ടാ. ഒരു കമ്പോണന്റ് എക്സസ് എമൗണ്ട് ആണെങ്കിൽ അയാളെ റേറ്റ് ലോ എക്സ്പ്രഷനിൽ എഴുതേണ്ടതില്ല, റേറ്റ് ലോ എക്സ്പ്രഷനിൽ റെപ്രസെന്റ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ഇവിടെ ഇത് എഴുതണ്ടാത്തതാണ് ശരി. കാര്യം എക്സസ് ഉള്ള ആളെ റേറ്റ് ലോ എക്സ്പ്രഷനിൽ എഴുതാൻ പാടില്ല. അപ്പം നമ്മൾ 2 പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയത് 1. ഇങ്ങനെയുള്ള റിയാക്ഷൻ ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റെഡി ആണല്ലോ? നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മക്കളെ നോക്കൂ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് എ റിയാക്ഷൻ. നിങ്ങൾക്കറിയാം, ഒരു ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് തീർച്ചയായും കൂടുന്നുണ്ട്, ഒരു സംശയവും ഇല്ല. എന്നാൽ ടെമ്പറേച്ചറിനെയും റേറ്റ് കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറീനിയസ് തരുന്നുണ്ട്. അതിനെയാണ് അറീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുക. അത് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റാ. എന്താ അറീനിയസ് ഇക്വേഷൻ? അറീനിയസ് ഇക്വേഷൻ പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് K is equal to A into E raised to minus EA/RT. എന്താ മക്കളെ പറഞ്ഞേ? റേറ്റ് കോൺസ്റ്റന്റ് K is equal to A into E raised to minus EA/RT. അതിൽ K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, A അറീനിയസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അറീനിയസ് പാരാമീറ്റർ ആണ്, EA ആക്ടിവേഷൻ എനർജി ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. ഇത് പഠിക്കണം. ഇത് എഴുതാൻ, ഇക്വേഷൻ എഴുതി അതിലുള്ള ടേമുകൾ അടയാളപ്പെടുത്താൻ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് നമ്മളിത് പഠിച്ചേ പറ്റൂ. ഓക്കെ ആണോ മക്കളെ? യെസ്. ഇനി
ഇവിടെ ഇ എ എന്ന് പറയുന്ന ഒരാളില്ലേ, അതെന്താ? ആക്ടിവേഷൻ എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മിനിമം എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അല്ലെങ്കിൽ മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴേ റിയാക്റ്റന്റ് ആദ്യം തന്നെ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവും, പിന്നീടാണ് അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ എനർജിയാണ് ആക്ടിവേഷൻ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. രണ്ട് രൂപത്തിൽ അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഗ്രാഫിക്കലായിട്ട് ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. എന്താ കിട്ടാന്നറിയോ? ആക്ടിവേഷൻ എനർജി ഇ എ ഇസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് ഇൻറ്റു ആർ. മൈനസ് സ്ലോപ്പ് ഇൻറ്റു ആർ. ഇത് വളരെ റെയർ ആയിട്ട് മാത്രം വരുന്നൊരു കാര്യമാണ്. നോർമലി ആക്ടിവേഷൻ എനർജി കാണാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലോഗ് K2/K1 is equal to activation energy divided by 2.303 into R into T2 minus T1 divided by T1 into T2. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണേ. ഇത് വെച്ച് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് പ്രോബ്ലംസ് വരാറുണ്ട് മക്കളെ, എക്സാമിന് പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി അറിയേണ്ടത് കാറ്റലിസ്റ്റിന്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാം കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? മക്കളെ പറ, കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുകയാ ചെയ്യുന്നത്. അതറിയാത്തവരില്ല. പക്ഷെ നമ്മൾ അവിടെ അറിയേണ്ട കാര്യം എന്താ? കാറ്റലിസ്റ്റ് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നത്? മക്കളെ, കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ബൈ ഡിക്രീസിങ്. മക്കളെ നോക്ക്, ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി. എന്താ മക്കളെ? ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി ആൻഡ് പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റീവ് പാത്ത്. ആക്ടിവേഷൻ എനർജി ഡിക്രീസ് ചെയ്ത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റീവ് പാത്ത്. കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജി കുറച്ച് ഒരു അൾട്ടർനേറ്റീവ് പാത്ത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ആ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുക. നോക്കൂ, നിങ്ങൾ ഒരു ഗ്രാഫ് നോക്ക്. ആദ്യത്തെ ഗ്രാഫ് കാറ്റലിസ്റ്റ് ഇല്ലാത്തപ്പോൾ ഉള്ള ഗ്രാഫാണ്. കാറ്റലിസ്റ്റ് ഇല്ലാത്തപ്പോൾ ആക്ടിവേഷൻ എനർജി ഇത്രത്തോളം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ EA1 എന്ന് കൊടുക്കാം. എന്നാൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോഴേ ആക്ടിവേഷൻ എനർജി കുറച്ചൊരു അൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടായി. അപ്പൊ ആക്ടിവേഷൻ എനർജി നോക്ക് നിങ്ങൾ, EA2 ഏതാ കുറവ്? EA2 ആ കുറവ്. അത് വിത്ത് കാറ്റലിസ്റ്റാ. അപ്പൊ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നുണ്ട്. എങ്ങനെയാ? ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി ആൻഡ് പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റീവ് പാത്ത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്തത് കൊളീഷൻ തിയറി. ലാസ്റ്റ് പോയിന്റാ മക്കളെ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് റിയാക്റ്റന്റ് മോളിക്യൂളുകൾക്കിടയിൽ എഫക്റ്റീവ് കൊളീഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എങ്ങനെയാ മക്കളെ? റിയാക്റ്റന്റ് മോളിക്യൂളുകൾക്കിടയിൽ എഫക്റ്റീവ് കൊളീഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. വെരി സിമ്പിൾ. എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് എന്തുണ്ടാവും? ത്രഷോൾഡ് എനർജി ഉണ്ടാവും. എന്താ മക്കളെ ഉണ്ടാവുക? ത്രഷോൾഡ് എനർജി. അതേപോലെ അവർക്ക് എന്തുണ്ടാവും? പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? പ്രോപ്പർ ഓറിയന്റേഷൻ. ഇങ്ങനെ ത്രഷോൾഡ് എനർജിയോടും പ്രോപ്പർ ഓറിയന്റേഷനോടും കൂടെയുള്ള കൊളീഷനാണ് എഫക്റ്റീവ് കൊളീഷൻ. ആ എഫക്റ്റീവ് കൊളീഷൻ നടക്കുമ്പോഴാണ് റിയാക്റ്റന്റുകൾ പ്രോഡക്റ്റുകളായി മാറുന്നത് എന്നാണ് കൊളീഷൻ തിയറി നമ്മളോട് പറയുന്നത്. ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇത് വെച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല. എന്നാലൊന്ന് നോക്കി വെക്കാം. റേറ്റ് ഇസ് ഈക്വൽ ടു P into ZAB into E raised to minus EA by RT. ഓക്കെ, EA by RT നമുക്കറിയാം. P എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഓറിയന്റേഷനെ സൂചിപ്പിക്കുന്നതാണ്. ZAB എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഫ്രീക്വൻസി ആണ്. എന്താ മക്കളെ അത്? കൊളീഷൻ ഫ്രീക്വൻസി. എന്താ സാറേ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് വോളിയത്തില് ഒരു യൂണിറ്റ് ടൈമില് റിയാക്റ്റന്റ് മോളിക്യൂൾസ് എത്ര തവണ കൊളൈഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയാ. കൊളീഷൻ ഫ്രീക്വൻസി കൂടുമ്പോൾ
റേറ്റ് കൂടും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയുമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മണിക്കൂറുകൾ എടുക്കേണ്ട ചാപ്റ്ററിന്റെ കണ്ടന്റ്സ് വളരെ ലിമിറ്റഡ് ടൈമിലേക്ക് നമ്മൾ ഒതുക്കുകയാ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് കെമിസ്ട്രിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആവണ്ട, ടെൻഷൻ ആവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഞാനത് ക്ലിയർ ചെയ്ത് തരും. മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.